അവരെയും അവരുടെ പരിശുദ്ധ നാമത്തില് ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, അത്യുന്നതനായ ദൈവം തന്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ശ്രേഷ്ഠമേറിയ ദർശനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. വരുന്ന കാലത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുവാനുള്ള, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുവാനുള്ള മിസ്റ്ററീസ്, നിഗൂഢമായ രഹസ്യങ്ങൾ, ദൈവം മാത്രം അറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തൻ്റെ ജനത്തെ അറിയിക്കുന്നതിന് വേണ്ടി, തൻ്റെ സഭയെ അറിയിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസനായ യോഹന്നാനെ വിളിച്ച് വേർതിരിച്ച്, നമുക്കറിയാം പത്മോസിന്റെ അനുഭവം, പത്മോസ് ദ്വീപിൽ വെച്ച് ശ്രേഷ്ഠമേറിയ ഈ വെളിപ്പെടുത്തലുകൾ കൊടുക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച 4-ാം അധ്യായവും 5-ാം അധ്യായവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, കർത്താവിൻ്റെ സഭ ഉൾപ്രാപണം ചെയ്തതിനു ശേഷം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം, റാപ്ചർ സംഭവിച്ചതിന് ശേഷം പിന്നീട് യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അതാ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടത്. സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, സ്വർഗത്തിൽ പിതാവാം ദൈവം, സർവശക്തനായ ദൈവം ഇരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ചുറ്റും 4 ജീവികളെ, 24 മൂപ്പന്മാര്, അവിടെ ആരാധന, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ചുരുള് അല്ലെങ്കിൽ പുസ്തകം വാങ്ങുവാൻ എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന, ഈ പ്രപഞ്ചത്തിൽ നടക്കുവാൻ പോകുന്ന രഹസ്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ പുസ്തകം വാങ്ങി വായിക്കുവാൻ തക്കവണ്ണം ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ജനിച്ചവരിൽ ഒരു വ്യക്തിയെ പോലും, മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, അത്യുന്നതന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ജീവിത വിശുദ്ധി കൊണ്ട്, ജീവിത പ്രാഗൽഭ്യം കൊണ്ട്, അല്ലെങ്കിൽ ജന്മ പ്രാഗൽഭ്യം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് നീതിമാനായി ദൈവസന്നിധിയിൽ മുഖാമുഖം നിന്ന് പുസ്തകം വാങ്ങുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആർക്കും കഴിയാതെ വന്നപ്പോൾ, അതിൻ്റെ മധ്യത്തിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച, മനുഷ്യരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജയാളിയായി ദൈവഹിതം നിവർത്തിച്ച് പരിശുദ്ധനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അറുക്കപ്പെട്ട കുഞ്ഞാട് കടന്നു ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങി, ആ ചുരുൾ വാങ്ങുന്നതും, അതോടുകൂടി നമുക്കറിയാം 24 മൂപ്പന്മാര് കുഞ്ഞാടിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നു. 4 ജീവികൾ വീണ് നമസ്കരിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ആ ഭാഗങ്ങളൊക്കെയാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു തീർത്തത്. ഇന്ന് 6-ാം അധ്യായം മുതൽ നാം പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം നേരിടുവാൻ പോകുന്ന, ഭൂമി നേരിടുവാൻ പോകുന്ന ഭയാനകമായ ദൈവകോപത്തെ വളരെ വിശദമായി, വളരെ ലഘുവായി ദൈവം വിശദീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. അതിനെ നമ്മൾ എസ്കറ്റോളജിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോക അവസാന അല്ലെങ്കിൽ ദൈവിക ന്യായവിധിയുടെ കാര്യങ്ങൾ പഠിക്കുന്ന ഭാഗം ചിന്തിക്കുമ്പോൾ, ഈ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളെ നാം കാണുന്നത് 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിലായിരിക്കുന്നവർ കടന്നു പോകേണ്ട 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം. കാരണം എന്തുകൊണ്ട്? സുവിശേഷത്തെ അവർ തിരസ്കരിച്ചത് കൊണ്ട്, ദൈവപുത്രനെ അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ട്, ദൈവം അവരുടെ മുമ്പിൽ ഒരുക്കിയ സൗജന്യമായ രക്ഷാപദ്ധതിയെ അവർ തിരസ്കരിച്ചത് കൊണ്ട്, ദൈവത്തിന് ശത്രുവായി തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ തീർന്നത് കൊണ്ട് ദൈവകോപത്തിന്റെ കീഴിൽ അവർ അകപ്പെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കേട്ടതുപോലെ, ഒരിക്കലും തൻ്റെ ജനത്തെ അവൻ തൻ്റെ കോപത്തിലൂടെ കടത്തിവിടുകയില്ല. ദൈവം ഈ ന്യായവിധി, ഈ കോപം ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ സഭയെ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കും. ഇവിടെ 6-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 3 തലങ്ങളിലാണ്, 3 വേവ്സ്. ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്, സർവശക്തനായ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഈ ഭൂമിയിലേക്ക് വരുന്നത് 3 തലങ്ങളിലാണ്.
അതായത് 3 വേവ്സ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റും. ആ 3 തലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് 7 സീൽസ്, 7 മുദ്രകൾ. റെവലേഷൻ 6 വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന 7 മുദ്രകൾ. ഒരു മുദ്ര പൊട്ടിക്കുന്നു, 2 മുദ്ര പൊട്ടിക്കുന്നു, അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു വേവ് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക്, കുറച്ചുകൂടെ കഠിനമായ ഒരു ക്രോധത്തിലേക്ക്, ശിക്ഷയിലേക്ക് മാറുകയാണ്. അത് നമ്മൾ കേൾക്കുന്നത് 7 ട്രംപറ്റ്സ്, 7 കാഹളങ്ങളെ കുറിച്ചാണ്. 7 കാഹളങ്ങളും ആ കാഹളങ്ങൾ ഓരോന്നും ഊതുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന വലിയ ദൈവിക ന്യായവിധിയെ കുറിച്ച് കേൾക്കുന്ന 2-ാമത്തെ ഭാഗം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 ബൗൾസ്. 7 ബൗൾസ് എന്ന് പറഞ്ഞാൽ 7 കലശങ്ങളെ കുറിച്ച് പറയുന്നു. 7 കലശങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ ക്രോധ കലശങ്ങളെ കുറിച്ച്. ഓരോ കലശം എറിയുമ്പോഴും ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അങ്ങനെ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 തലങ്ങളിലാണ്, ഈ 3 ഭാഗങ്ങളായിട്ടാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നതും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഈ 6-ാം അധ്യായം പഠിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ പറഞ്ഞല്ലോ, 6-ാം അധ്യായത്തിൽ മുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് പറയുന്നത് മിസ്സിയാനിക്, അതുമല്ല എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒരു പാസേജാണ് അവിടെ. അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എപ്രകാരം എഴുതിയിരിക്കുന്നു അതുപോലെ ഒരു കാലഘട്ടമാണ് ഈ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ദൈവവചനത്തിലേക്ക്, ഗോസ്പലിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ നാവിലൂടെ തന്നെ സുവിശേഷത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. ദൈവവചനത്തിൽ ഈ വചനവുമായിട്ട് ചേർത്ത് പഠിക്കുവാൻ തക്കമുള്ള എസ്കറ്റോളജി അല്ലെങ്കിൽ ലോകാന്ത്യത്തെക്കുറിച്ച്, ദൈവിക ന്യായവിധിയെക്കുറിച്ച്, സകല മനുഷ്യരാശിയുടെയും അവസാനത്തെക്കുറിച്ചൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ഇതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും ദൈവവചനത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വളരെ അടുക്കും ചിട്ടിയോടും കൂടെ തന്നെ ഇതൊക്കെയും പ്രവചിച്ചു വെച്ചിരിക്കുന്നുവെന്ന് വളരെ അത്ഭുതകരമാവണ്ണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ പോലും ഇത്ര സൂക്ഷ്മമായി വരുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവസഭ അറിയേണ്ടതിനും ദൈവജനം ഒരുങ്ങേണ്ടതിനും വേണ്ടി മുന്നമേ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 6-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗം എടുത്തൊന്ന് വായിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് തന്നെയാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നാം കാണുവാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ്. അതുകൊണ്ട് ഞാൻ പ്രാരംഭമായി ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം അത് എനിക്ക് കർത്താവ് തന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് എൻ്റെ സ്റ്റഡീസിന്റെ ബേസിൽ ഞാൻ അതിനെ റിസർച്ച് ചെയ്ത് പഠിച്ചതിന്റെ വെളിച്ചത്തിൽ അതൊന്ന് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം അത് നാം പഠിക്കുന്നത് വളരെ വളരെ ആവശ്യമാണ്. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് പോയി 24 മുതലുള്ള വാക്യങ്ങൾ, 24 മുതൽ 27, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 9 വേഴ്സസ് 24 to 27. ഞാനതൊന്ന് വായിക്കുകയാണ് പ്രാരംഭമായിട്ട്. അതിനുശേഷം നമ്മൾ ആ വാക്യങ്ങളൊന്ന് പഠിക്കുവാനായിട്ടും അതിൽ ചില കാൽക്കുലേഷൻസ്, ചില ഡേയ്സ് എഴുതിയിരിക്കുന്നു, ചില നമ്പർ ഓഫ് വീക്സ് എഴുതിയിരിക്കുന്നു, അതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനത് വായിക്കുന്നു 24-ാമത്തെ വാക്യം മുതൽ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും.
ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് എഴുതുമ്പോൾ നമുക്ക് മുകളിലുള്ള ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് പറ്റും. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഇസ്രയേലിന്റെ പാപം കണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പാപം മൂലം ദൈവസന്നിധിയിൽ അവർ മത്സരിച്ചത് മൂലം അവരെ പ്രവാസത്തിലേക്ക് ദൈവം കൊണ്ടുപോകുവാൻ തക്കവണ്ണം അനുവദിച്ചു. അവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെ നിന്ന് വരുന്ന മടങ്ങി വരവിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇസ്രയേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് ഡാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ഇസ്രയേലിന്റെ പാപം തന്റെ സ്വന്തം പാപമെന്ന വണ്ണം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ, യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ജനമാകുന്ന ഇസ്രയേലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ ഡാനിയേലിന് പ്രത്യക്ഷപ്പെടുകയും ഇസ്രയേലിന്റെ ഭാവിയിൽ ഈ ജനത്തിന് വരുവാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവിക പദ്ധതികളെ കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 70 ആഴ്ചവട്ട കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 70 വീക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ ഇതിനെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തിയോളജിയൻസ് ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ആഴ്ച വട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7 days എന്ന് പറയുന്നത് 7 years ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷം. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 7 49 490 വർഷങ്ങൾ. അതാണ് അതിന്റെ കണക്ക് പറയുന്നത്. 490 വർഷങ്ങൾ. അതിനകത്ത് അതിനെ 3 ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യത്തെ 7 ആഴ്ചവട്ടം, പിന്നത്തെ 62 ആഴ്ചവട്ടം, പിന്നെ അവസാനത്തെ ഒരാഴ്ചവട്ടം, അതായത് 70ാമത്തെ ആഴ്ചവട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 7 49 വർഷങ്ങൾ. ആദ്യത്തെ 49 വർഷങ്ങൾ അതൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് 62 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 62 ഗുണം 7 വർഷം, 62 into 7, അത് വരുന്നത് 434 വർഷം. അത് മൊത്തം വരുന്നത് 434 വർഷം. ഏറ്റവും ഒടുവിലത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചയായതുകൊണ്ട് അത് 7 വർഷം. അങ്ങനെ 49ഉം 434ഉം 7 വർഷം കൂടെ ചേരുമ്പോൾ ടോട്ടൽ മൊത്തമായിട്ട് 490 വർഷമായിട്ട് നമുക്ക് കണക്ക് കൂട്ടുവാനായിട്ട് കഴിയും. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 490 വർഷമാണ് ഇസ്രയേലിന്റെ മുന്നോട്ടുള്ള ഒരു ചരിത്രത്തെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അതുകൊണ്ട് നീ അറിഞ്ഞുകൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അപ്പോൾ ആദ്യത്തെ 7 ആഴ്ചവട്ടത്തെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് 7 വീക്സിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ മുമ്പേ കേട്ടതുപോലെ ഫസ്റ്റ് 7 വീക്സ് എന്ന് പറയുന്നത് 7 വർഷം, അതായത് 49 വർഷത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ആദ്യത്തെ 49 വർഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? യെരൂശലേമിനെ പുതുക്കി പണിയുവാന്റെ കോണം യഥാസ്ഥാനപ്പെടുത്തി. 25ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഡാനിയേൽ 9:25. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അപ്പോൾ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന എന്നാണ് പുറപ്പെട്ടത്? ആ കൽപ്പന പുറപ്പെട്ടത് എന്നാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് നെഹമ്യാവ് ആ സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം പേർഷ്യൻ രാജാവായ അർത്തഹ്ഷ്ടാ രാജാവ് യെരൂശലേമിനെ പുതുക്കി പണിയുന്നതിന് വേണ്ടി നെഹമ്യാവിനെ നിയോഗിച്ച് അയക്കുന്ന ഭാഗം നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. അത് തകർന്നു കിടക്കുന്ന യെരൂശലേമിനെയും ദേവാലയത്തെയും പുതുക്കി പണിയുന്നതിന് വേണ്ടി
ഹാലലിയ, പ്രവാസികളുടെ മധ്യത്തിൽ നിന്ന് അർത്ഥകഷ്ട രാജാവ് നെഹമ്യാവിനെയും അതിനുശേഷം നമുക്ക് എസ്രായൊക്കെ കാണുവാനായിട്ട് കഴിയും. എസ്രാ നെഹമ്യ പുസ്തകങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഈ പ്രത്യേക വിഷയം എഴുതിയിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ആ 49 വർഷങ്ങൾ കൊണ്ടാണ് യെരുശലേം നഗരം പുതുക്കി പണിയപ്പെട്ടത്, യെരുശലേം ദേവാലയം പുതുക്കി പണിയപ്പെട്ടതെന്ന് ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് 25-ാമത്തെ വാക്യം വീണ്ടും കണ്ടിന്യൂ ചെയ്ത്, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഈ 62 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. 62 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 434 വർഷമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൽപ്പന പുറപ്പെട്ടത് മുതൽ വീണ്ടും 62 വർഷം എന്ന് പറയുമ്പോൾ 49 + 434 വർഷം എന്ന് കണക്ക് കൂട്ടുമ്പോൾ ടോട്ടൽ 483 വർഷം വരണം. അത് കൽപ്പന പുറപ്പെടുന്നത് മുതൽ മുന്നോട്ട് ഈ ആദ്യത്തെ 7 ആഴ്ചവട്ടവും പിന്നീടുള്ള 62 ആഴ്ചവട്ടവും കൂടുമ്പോൾ 62ഉം 7ഉം 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് 7 years per week എന്ന് പറയുന്നത് 483 വർഷം എന്നാണ് ഇതിന്റെ കണക്ക്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണമേ സഹോദരങ്ങളെ, ഈ ഒരു വർഷത്തിൽ നമുക്കറിയാം 365 ദിവസങ്ങളാണ് ഇന്നത്തെ കലണ്ടർ വെച്ച് നോക്കിയാൽ. എന്നാൽ ജൂവിഷ് കലണ്ടറിൽ അവർ വിശ്വസിച്ചിരുന്നത് 360 ദിവസമാണ് ഒരു വർഷമെന്നാണ്. ഒരു വർഷം 360 ദിവസമെന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 483 വർഷം എന്ന് പറയുന്നത് അവരുടെ കണക്കനുസരിച്ച്, ജൂവിഷ് കലണ്ടർ അനുസരിച്ച് 476 വർഷമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു വർഷം 5 ദിവസം വീതം കുറഞ്ഞു വരുമ്പോൾ ടോട്ടൽ കണക്കിനകത്ത് വരുന്നത് 483 വർഷം എന്നുള്ളത് 476 വർഷമായിട്ട് കുറഞ്ഞു വരുന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണമേ, ഈ 476 വർഷം നമ്മുടെ മനസ്സിലിരിക്കുക. ഇവിടെ ഈ വായിച്ചിരിക്കുന്ന ഭാഗം നോക്കിയേ. ഈ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. അഭിഷക്തൻ ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മശിഹ ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നതിനെ കുറിച്ച്, കർത്താവായ ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിനെ കുറിച്ചാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെ ഈ കണക്കിൽ ക്ലിയർ ആകുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പേർഷ്യൻ രാജാവായ അർത്ഥകഷ്ട രാജാവ് നെഹമ്യാവിനോട് കൽപ്പന കൊടുക്കുന്നുണ്ട്, യെരുശലേമിനെ പുതുക്കി പണിയുവാൻ തക്കവണ്ണം നീ നിന്റെ ജനവുമായിട്ട് നീ തെരഞ്ഞെടുത്ത ആളുകളുമായിട്ട് പൊയ്ക്കൊള്ളാൻ. അത് സംഭവിക്കുന്നത് BC 444 BC 444. ഈ BC 444 കൂടെ 476 വർഷം കൂട്ടുമ്പോൾ അത് വന്നു നിൽക്കുന്നത് AD 33. ആ AD 33 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അറിയാമോ? എനിക്കറിയില്ല നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ എന്ന്. ഇവിടെ എഴുതിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ, ശ്രദ്ധിച്ചു നോക്കിയേ, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. നമ്മുടെ കർത്താവിന്റെ മരണത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് AD 33 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അഭിഷക്തനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഛേദിക്കപ്പെടുന്നതായിട്ടും അവൻ ആരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആകുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനോടനുബന്ധിച്ച് എന്താ നടക്കുന്നത്? പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. AD 70 അത് സംഭവിച്ചു. AD 70 നമുക്കറിയാം, റോമൻ സൈന്യാധിപൻ കടന്നു വന്നിട്ട് ആ യെരുശലേം ദേവാലയത്തെ നശിപ്പിക്കുന്നതായിട്ട് AD 70 നശിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് ഇസ്രായേൽ ജനം ലോകത്തിൽ എല്ലായിടത്തും ചിതറിപ്പോയത്. പിന്നീട് അത് പുതുക്കി പണിയപ്പെട്ടിട്ടില്ല ഇതുവരെ. AD 70 അത് തകർക്കപ്പെട്ടു. ഇവിടെ പറയുന്നു, വിശുദ്ധ മന്ദിരത്തെയും ആരും ഇല്ലെന്ന് വരും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ ഇത്രത്തോളം ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 27-ാമത്തെ വാക്യം നോക്കിയേ. അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, ഇത് അതിന് മുമ്പായിട്ട് എഴുതിയിരിക്കുന്നു, അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധം ഉണ്ടാക്കും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവിന്റെ മരണത്തിന് ശേഷം
അന്തിക്രിസ്തു വരുന്നതിനെ കുറിച്ച് പറയുന്നു, ആന്റി ക്രൈസ്റ്റ് വരുന്നതിനെ കുറിച്ച് പറയുന്നു. ആന്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ അതൊന്നുകൂടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ആന്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ അന്തിക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായ ഒരു ഭരണാധികാരി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നു. അവൻ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നാണ് 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക്, ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അതായത് അവസാനത്തെ 7 വർഷം. 69 ആഴ്ചവട്ടം കഴിഞ്ഞു, ഇത് 70-ാമത്തെ ആഴ്ചവട്ടമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ദാനിയേൽ പുസ്തകത്തിലെ 70-ാമത്തെ ആഴ്ചവട്ടം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ അതിന്റെ അർത്ഥം തിയോളജിയൻസ് പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന പ്രഭു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അഭിഷക്തൻ ഛേദിക്കപ്പെട്ടതിന് ശേഷം പ്രഭുവായി ഈ ലോകത്തിലേക്ക് വരുവാൻ പോകുന്ന വ്യക്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവൻ ഇസ്രയേലിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കും, ഇസ്രയേലിനോടൊരു നിയമം ചെയ്യും. എന്ന് പറഞ്ഞാൽ അവന്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ പ്രഭുവാണെന്നുള്ള രീതിയിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക. അവൻ മുന്നോട്ട് കടന്നു വരുന്നത് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന, എല്ലാവർക്കും സ്വസ്ഥത കൊടുക്കുന്ന, എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്ന, ശാന്തത കൊടുക്കുന്ന ഒരു പ്രഭുവായിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ വന്നിട്ട് അവൻ ഇസ്രയേലുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. അവൻ, ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, മധ്യമാകുമ്പോൾ, 7 വർഷത്തിന്റെ 3.5 വർഷം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അത് ഈ ഭാഗത്തെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. 3.5 വർഷം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിനോടുള്ള ഉടമ്പടി ലംഘിച്ച് അവരുടെ ഹനനയാഗങ്ങള്, അതുപോലെ തന്നെ അവരുടെ ഭോജനയാഗങ്ങളൊക്കെ അവൻ നിർത്തലാക്കും. അങ്ങനെ 3.5 വർഷത്തിന് ശേഷം മഹോപദ്രവം വീണ്ടും അതികഠിനമായി മാറും. അപ്പോൾ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരാഴ്ച എന്ന് പറയുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 വർഷത്തെ മഹോപദ്രവകാലം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 6-ാം അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെയുള്ള മഹോപദ്രവ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 27-ാമത്തെ വാക്യത്തിൽ വായിച്ചു നിർത്തിയിരിക്കുന്ന ആ ഒരാഴ്ച കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഡാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70-ാമത്തെ ആഴ്ച, 70th വീക്ക് ആണ് നമ്മളിപ്പോൾ റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷനിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുവാനായിട്ട് പോകുന്ന 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം. അപ്പോൾ ഈ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ 3.5 വർഷം, പിന്നീട് അവസാനത്തെ 3.5 വർഷം. ആദ്യത്തെ 3.5 വർഷം ആ ഉപദ്രവം അതികഠിനമായിരിക്കുകയില്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ. കാരണം ആഴ്ചവട്ടത്തിന്റെ മധ്യേയാണ് അവൻ അവന്റെ രൂപം മാറ്റുന്നത്, അവന്റെ രീതി മാറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷക്കാലം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം കഴിയുമ്പോൾ അവൻ കഠിനമാകും. അവൻ കഠിനനായിട്ട് ഇസ്രയേലിനെ അധികം പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മഹോപദ്രവകാലം മഹോപദ്രവം അതികഠിനമായി തീരും എന്നുള്ളത് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമാകുന്ന നമുക്ക്, പുതിയ നിയമസഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഈ മഹോപദ്രവങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഈ മഹോപദ്രവം നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും. നാം കർത്താവിനോട് കൂടെ ഈ 7 വർഷക്കാലം, ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവം നടക്കുമ്പോൾ നാം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആ 7 വർഷം ആയിരിക്കും. ആ 7 വർഷത്തിലാണ് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, പ്രതിഫലം, തന്റെ നാമത്തിന് വേണ്ടി അധ്വാനിച്ചവർക്ക് പ്രതിഫലം കൊടുക്കുന്നതും ഈ 7 വർഷത്തെ കാലഘട്ടത്തിലാണ്. ആ 7 വർഷം സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആ 7 വർഷം മഹോപദ്രവകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാസ് സേയിങ്. എനിക്ക് പറയാൻ പറ്റുന്ന കൃപയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് കേട്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്കിതൊന്നും ബാധകമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ,
ദൈവത്തിന്റെ വചനത്തിൽ ദൈവസഭയെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം, ലോകത്തോട് പറയുവാൻ തക്കവണ്ണം ഇത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നാം ഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ദൈവസഭയിൽ മറ്റുള്ള ജനത്തോട് ഇത് പറയുവാൻ, ദൈവജനത്തോട് പറയുവാൻ, ഇതൊക്കെ സംഭവിക്കുവാൻ പോവുകയാണ്. ഈ മഹോപദ്രവത്തിലേക്ക് നീ എത്തുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ സഭയുടെ ഭാഗമായിരുന്നാൽ ഈ വലിയ ദൈവകോപത്തിൽ നിന്ന്, ദൈവിക ന്യായവിധിയിൽ നിന്ന്, മഹോപദ്രവകാലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്ന് പറയുവാൻ തക്കവണ്ണം നാം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഞാനിപ്പോൾ ഡാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നാം ഇത് പഠിക്കേണ്ട, സൈമൾട്ടേനിയസ്ലി പഠിക്കേണ്ട വേറെ 3 ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ഞാൻ ആ അധ്യായങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോഴും. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെയും എസ്കറ്റോളജിക്കലായിട്ടുള്ള മെസ്സേജുകളും അല്ലെങ്കിൽ അതുള്ള ചാപ്റ്റേഴ്സും സ്ക്രിപ്റ്റേഴ്സുമാണ്. ഇതുമായിട്ട് ചേർത്ത് വെച്ച് ആ അധ്യായങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ദൈവവചനം ക്രമീകരിച്ചിരിക്കുന്നതെന്നും കർത്താവിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി സുതാര്യമായി ഈ വലിയ മർമ്മങ്ങൾ അതാത് സമയങ്ങളിൽ വിവിധ വ്യക്തികളിലൂടെ എഴുതിയിരിക്കുന്നുവെന്നും കണ്ട് അത്ഭുതപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും തക്കവണ്ണം ഇടയാകും. ശ്രദ്ധിച്ച് 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ശ്രദ്ധിക്കണമേ, നമുക്കറിയാം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഈ അത്യുന്നതനായ ദൈവത്തിന്റെ കയ്യിലിരുന്ന പുസ്തക ചുരുള് അല്ലെങ്കിൽ സ്ക്രോള് വാങ്ങി മുദ്ര പൊട്ടിച്ച് തുടങ്ങുന്നത് ആരാ? കുഞ്ഞാടാണ്. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, യേശു കർത്താവ്. ഇവിടെ പറയുന്നു കുഞ്ഞാടാണ് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകമാണ് നമ്മൾ കണ്ടത്. അതിൽ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു. ആരോട്? യോഹന്നാനോട് പറയുകയാണ്, നീ വരിക, കം ആൻഡ് സീ what the Lord is going to do. ഹല്ലേലൂയ. അതായത് നീ വന്നിത് കേൾക്ക്, നീ വന്നിത് കാണ്, എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം ഈ 4 ജീവികളെ കുറിച്ച് നമ്മൾ 4-5 അധ്യായങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 4 ജീവികളാണ്. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന, ദൈവ മഹത്വം മറ്റുള്ളവരെ കാണിക്കുന്ന 4 ജീവികളാണ്. അപ്പോൾ ദൈവിക രഹസ്യം അതിൽ ഒരു ജീവി യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി മുന്നോട്ട് സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2-ാമത്തെ വാക്യം. അപ്പോൾ, അതായത് ആദ്യത്തെ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ 4 ജീവികളിൽ ഒരാൾ പറഞ്ഞു, യോഹന്നാനെ വിളിച്ചു പറഞ്ഞു, നീ വന്ന് കാണുക, കം ആൻഡ് സീ. അപ്പോൾ യോഹന്നാൻ കാണുന്നത് എന്താണ്? അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിൻ്റെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. ശ്രദ്ധിച്ചു കേൾക്കണമേ. 2 തെസ്സലോനിക്കർ, ഞാൻ ആ ഒരു വാക്യഭാഗം ഒന്ന് വായിക്കട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 2 Thessalonians chapter 2 verses 2 to 4. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ദിസ് ഈസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫസ്റ്റ്. ആദ്യം സംഭവിക്കുവാൻ പോകുന്നതാണ്. അറ്റ് ദി ഔട്ട്സെറ്റ് ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരുത്തൻ പ്രത്യക്ഷപ്പെടണം. അന്ന് മുതലാണ് മഹോപദ്രവം ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ വചനത്തിൽ എങ്ങും തന്നെ എഴുതിയിട്ടില്ല എന്നാണ് അത് തുടങ്ങുന്നതെന്ന്. ദാറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ഐ ടെൽ യു മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, as soon as the rapture of church happens, കർത്താവിന്റെ സഭ എടുക്കപ്പെടുന്ന നിമിഷം ഈ മഹോപദ്രവം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മഹോപദ്രവം തുടങ്ങുന്നതിന്റെ സമയത്തെ കുറിച്ചാണ് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇപ്പോൾ ഓരോന്ന് പറഞ്ഞൊന്നും ചതിക്കരുത്. അന്തിക്രിസ്തു ഇവിടെയുണ്ട്, അന്തിക്രിസ്തു അവിടെയുണ്ട്, അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങളെ ആരും വഞ്ചിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാ വിഷയമോ എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ആന്റി ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവൻ ആരാധിക്കപ്പെടുന്നവനായി തീരും. ഈ ലോകം മുഴുവനും അവനെ അംഗീകരിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കണമേ. പക്ഷെ ദൈവസഭ ഇവൻ വരുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അത് വേറൊരു വിഷയമാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഇവനെ അംഗീകരിക്കും. ദൈവ തുല്യമായി ഇവൻ ആരാധിക്കപ്പെടും. കാരണം തുടങ്ങുന്നത് സമാധാനത്തിന്റെ പ്രഭുവായിട്ടാണ് വരുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ അതിനു മുമ്പ് ഈ വാക്യം നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇവൻ എന്താണ്? ഇവൻ ആരാധിക്കപ്പെടുന്നവനാണ്. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ആരാധന വായിക്കുകയാണ്. ഇവനെ എല്ലാവരും തെറ്റിദ്ധരിക്കും. ലോകം മുഴുവനും തെറ്റിദ്ധരിക്കും. ഇസ്രയേൽ പോലും അവനെ തെറ്റിദ്ധരിക്കും. ഇനി ഈ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വന്നേ, 6:2 നമ്മൾ വായിച്ചത്. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനുമായി പുറപ്പെട്ടു. ഇവിടെ നമ്മളൊരു വെള്ളക്കുതിരയെ കാണുന്നുണ്ട്. കുതിരയുടെ 4 കുതിരകളെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്നത്. ഈ 4 കുതിരകൾക്കും 4 നിറങ്ങളാണുള്ളത്. ഈ കുതിരകൾ എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ട് കാണിക്കുകയാണ്. ലിറ്ററൽ ആയിട്ടുള്ള 4 കുതിരകളല്ല, ഇത് സിംബോളിക് ആണ്. ദർശനത്തിൽ കാണുകയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പൊ ഈ വെള്ളക്കുതിരയെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലൊരു വെള്ളക്കുതിരയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ആ വെള്ളക്കുതിരയുടെ മുകളിൽ ഇരിക്കുന്നവന് ദൈവത്തിന്റെ വചനമെന്നാണ് പേർ, ദൈവവചനമെന്നാണ് പേര്. അപ്പൊ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവിടെയും വെള്ളക്കുതിരയുണ്ട്, ഇവിടെയും വെള്ളക്കുതിരയുണ്ട്, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവനെന്ന് ചിന്തിക്കരുത്. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ ഈ വെള്ളക്കുതിര എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഈ രണ്ട് ഭാഗവുമായിട്ട് സാമ്യമുള്ളൂ. ബാക്കി ഒന്നിലും സാമ്യമില്ല. 19-ാമത്തെ അധ്യായത്തിൽ ദൈവപുത്രനായ ക്രിസ്തു ജയിച്ചവനായി, ശത്രുവിനെ ജയിച്ചവനായി, തിന്മകളെ ജയിച്ചവനായി, പിശാചിനെ ജയിച്ചവനായി, പിന്നെ ഡിമോണിക് റെലമിനെ ജയിച്ചവനായി സമാധാനം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരുവൻ വെള്ളക്കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പോകുന്നത് സമാധാനം നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്. ഇത് കാണിക്കുന്നത് ആന്റി ക്രൈസ്റ്റിനെയാണ് കാണിക്കുന്നത്. പക്ഷേ അവൻ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഈ ഭൂമിയിൽ എവിടെ നിന്നാണ് എഴുന്നേൽക്കുന്നത് നമുക്കറിയില്ല. ഏത് സമയത്തും അത് സംഭവിക്കാം. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു പ്രഭുവായിട്ട് അവൻ വരും, ഒരു നേതാവായിട്ട് അവൻ വരും. ലോകം മുഴുവനും അവനെ അംഗീകരിക്കും. നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര പെട്ടെന്നാണ് ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ചില വ്യക്തികൾ ഓരോ കാര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നോക്കിക്കോ, അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നോക്കിക്കോ, ചില വ്യക്തികൾ മുമ്പിലേക്ക്, അതുവരെ അറിയപ്പെടാത്ത ചില വ്യക്തികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് വിവിധ മേഖലകളിൽ. അത് പൊളിറ്റിക്സ് ആയിക്കൊള്ളട്ടെ, അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹ്യമായിട്ടുള്ള രംഗങ്ങളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രംഗങ്ങളിലായിക്കൊള്ളട്ടെ, മറ്റു പലതിലും ആയിക്കൊള്ളട്ടെ, അതുവരെ അറിയപ്പെടാതിരുന്ന ചില വ്യക്തികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അതുപോലെ ഒരു നാളിൽ ഇവൻ വരും. ഇവനെ ലോകം മുഴുവനും അംഗീകരിക്കും. നമുക്കറിയത്തില്ലയോ, ഇന്ത്യയിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉള്ള ജനമെല്ലാം അവനെ അംഗീകരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവൻ വരുമ്പോൾ ലോകം മുഴുവനും അവനെ അംഗീകരിക്കും, ഇസ്രായേലും അവനെ അംഗീകരിക്കും. കാരണം അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതായിട്ടാണ് പറയുന്നത്. വെള്ളക്കുതിരയെ കാണിക്കുന്നത് സമാധാനത്തെ കുറിച്ചാണ്. വൈറ്റ് ദൈവവചനത്തിൽ പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പീസ്, വിശുദ്ധിയെ കാണിക്കുന്നതാണ് വെള്ള, അതുപോലെ സമാധാനത്തെ കാണിക്കുന്നതാണ് വെള്ള. അപ്പോൾ അവനിരിക്കുന്ന കുതിരയുടെ കളർ എന്ന് പറയുന്നത് വെള്ളയാണ്. അത് കാണിക്കുന്നത് അവൻ വരുമ്പോൾ അവന്റെ മേൽക്കുപ്പായം സമാധാനത്തിന്റെ കുപ്പായമാണ്. അവൻ ശാന്തി കൊണ്ടുവരുവാൻ വരുന്നു. ഈ ലോകത്തിൽ ഇപ്പൊ നോക്കിക്കേ, ലോകം മുഴുവനും കെയോസിൽ പോവുകയല്ലേ? ശാന്തിയും സമാധാനവും ഒന്നും ആർക്കുമില്ല. യുദ്ധങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുക, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുക, ഭയമായിട്ട് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുകയാണ്, ഇതിനൊക്കെ മാറ്റം ഞാൻ വരുത്താൻ പോകുകയാണെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഞാനൊരു ഫോർമുല കണ്ടുപിടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് സമാധാനം വരുമെന്ന്. അവനത് പറയുക മാത്രമല്ല, അവൻ അത് ചെയ്തു കാണിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും ഇവൻ ദൈവം തന്നെയാണ്, ഇവൻ ഈ ലോകത്തിന്റെ രക്ഷകൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് ചിന്തിച്ചു നോക്കിക്കോണമേ. അപ്പോൾ ഞാൻ ഒരു കുതിരയെ കണ്ടു, വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ആ വില്ലിനെ, ഈ ബോയെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വാറിയർ, യുദ്ധത്തിന് വേണ്ടി പോകുന്നവൻ. അല്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് മീനിങ് നമ്മൾ പോയി അതിനെ പഠിക്കുകയാണെന്നെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ഉണ്ട്. കിരീടം കാണിക്കുന്നത് പവറിനെയാണ് കാണിക്കുന്നത്.
വില്ല് കാണിക്കുന്നത് വാറിയർ അല്ലെങ്കിൽ ഒരു പടയാളിയെ കാണിക്കുന്നതാണ് ആ വില്ലെന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ തലയിൽ ഒരു കിരീടമുണ്ട്, അവന്റെ കയ്യിലൊരു വില്ലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പടയാളിയായി യുദ്ധത്തിന് വേണ്ടി അവൻ പുറപ്പെടുകയാണ്. അവിടെ അടുത്ത വാക്യം പറയുന്നത് അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. അവൻ എല്ലാവരെയും വശീകരിച്ച് അവൻ ജയിക്കും. ഈ ലോകത്തെ അവൻ ജയിക്കും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ അവൻ ജയിക്കും. ജയിക്കുമെന്ന് പറഞ്ഞാൽ തന്റെ പ്രഭാവം കൊണ്ട്, തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ പ്രവൃത്തികൾ കാണിച്ച് അവൻ വശീകരിക്കും. അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണിത്. അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് കൊണ്ട് എല്ലാവരും വഞ്ചിക്കപ്പെടും. കാരണം എല്ലാവരും കരുതും ഇവൻ സമാധാനത്തിന്റെ ദൂതനാണ്, ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവന്റെ ശബ്ദം എല്ലാവരും കേൾക്കും. ഇവനാണ് മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ പോകുന്നവൻ, 7 വർഷത്തെ ഉടമ്പടി ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരങ്ങളെ. രണ്ടാമത് വരുമ്പോൾ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ 4 ജീവികളിലേക്കും നമ്മൾ പോകുന്നുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 4 ജീവികൾ എന്ന് പറയുന്നത് ആദ്യത്തെ 3.5 വർഷം സംഭവിക്കുവാനുള്ള വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു 7 വർഷത്തെ 2ആയിട്ട് വിഭാഗിക്കുമ്പോൾ 3.5 വർഷവും 3.5 വർഷവും. ദൈവവചനപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടില്ലേ, 1260 ദിവസം വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ 42 മാസമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുന്നത് 42 months ആണ്, അല്ലെങ്കിൽ 1260 days ആണ്. എക്സാക്റ്റ് ആണത്. അപ്പോൾ ഈ ആദ്യത്തെ 3.5 വർഷം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ 4 ജീവികൾ. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ 4 ജീവികൾ പറയുന്ന ഈ ദർശനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് കേട്ടു. ആരോടായി വരിക എന്ന് പറയുന്നാൽ, വരിക എന്ന് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അതിന്റെ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ കം ആൻഡ് സീ എന്ന് പറഞ്ഞാൽ വന്ന് കാണുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ 2-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഈ കുതിരയുടെ നിറം തുറന്ന് നോക്കിക്കേ. ദിസ് ഹോഴ്സ്, കളർ ഓഫ് ദിസ് ഹോഴ്സ് ഈസ് റെഡ്. റെഡ് കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബ്ലഡ് ഷെഡ്. ബ്ലഡ് ഷെഡ് എന്ന് പറഞ്ഞാൽ രക്തം ചൊരിച്ചിലിനെയാണ് അത് കാണിക്കുന്നത്. ഈ കുതിരപ്പുറത്ത് ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതിനെ പല രീതിയിൽ ഞാൻ ഈ ഓരോ വ്യാഖ്യാനങ്ങളിലേക്കും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൺഫ്യൂസ്ഡ് ആയി പോകും. സ്റ്റഡി മുന്നോട്ട് നടക്കുവാൻ കഴിയാത്തവരും. ഞാൻ ആദ്യത്തെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ പല വ്യൂസ് എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നീട് എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യൂവിലൂടെ പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളത് രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങും ചേഞ്ച് ചെയ്തത്, ഈ രീതിയിലേക്ക് മാറ്റുവാനായിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ പ്രീ ട്രിബുലേഷൻ ആണ് പഠിക്കുന്നത്. ഞാനന്ന് അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കുവാനായിട്ട് പറ്റി. ആദ്യത്തെ 6-7-8 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് പല പല വ്യൂസ് ആണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യൂ എന്താണെന്ന് പറഞ്ഞു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്നത് പ്രീ ട്രിബുലേഷണൽ വ്യൂ ആണ്. കാരണം ദൈവത്തിന്റെ സഭ മഹോപദ്രവകാലത്തിന് മുമ്പേ എടുക്കപ്പെടും. അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ക്ലാസ്സുകളിലൊക്കെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല വ്യൂകൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യൂ ആണ് ഇത് പറയുന്നത്. ഇത് രക്തച്ചൊരിച്ചിലിനെ കുറിച്ചുള്ളതിനെ കുറിച്ച് കാണിക്കുന്നു. അത് മാത്രമല്ല, വേറൊരു വ്യൂ പറയുന്നത്, ഈ 2-ാമത്തെ കുതിരയുടെ പുറത്തിരിക്കുന്നവന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പേരല്ല എഴുതിയിരിക്കുന്നത്, ഹി അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളിനെ തന്നെയാണ് 2-ാമതും 3-ാമതും 4-ാമതും കാണുന്നതെന്നാണ്. പക്ഷെ ആ വ്യക്തി ഇരിക്കുന്ന കുതിരയുടെ നിറം മാറുന്നു എന്നുള്ളതല്ലാതെ വ്യക്തി മാറുന്നില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കുതിരയുടെ നിറങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ, ഈ അന്തിക്രിസ്തു ഇരിക്കുമ്പോൾ അന്തിക്രിസ്തു ഭരിക്കുന്ന ഭരണ കാലഘട്ടം 7 വർഷത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന മാറ്റങ്ങളെയാണ് ഓരോ കുതിരകളുടെ നിറങ്ങൾ കാണിക്കുന്നതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, ആ കാലഘട്ടത്തെ കുറിച്ച് തന്നെയാണെങ്കിൽ തന്നെയും ഇവിടെ ലഭിച്ചു എന്ന് പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആദ്യത്തേതിൽ കേട്ടില്ലേ, ഒരു കിരീടവും ലഭിച്ചു. ഇപ്പൊ 2-ാമത് വായിച്ചപ്പോ എന്താ വായിച്ചത്? ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഇത് എവിടെ നിന്നാ ലഭിച്ചു എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ പറയുന്ന ഗിവൺ എന്നാ പറയുന്നത്. ലഭിച്ചു എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചു എന്നുള്ളത് ആ വാക്കിന്റെ അർത്ഥം. ദൈവം അനുവദിച്ചു. ദൈവത്തിന്റെ കോപം ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതിന്
ന്യായവിധി നടക്കേണ്ടതിന്, ജനം വഞ്ചിക്കപ്പെടേണ്ടതിന്, ഈ ദുഷ്ടതയെല്ലാം ഇവിടെ നിവർത്തിക്കപ്പെടേണ്ടതിന് ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് ഈ ദൂതനെ അനുവദിക്കുകയാണ്, ഈ ദുഷ്ടനെ അനുവദിക്കുകയാണ്. അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവന് അവൻ എന്തിനാ വന്നതെന്നറിയാമോ? രക്തച്ചൊരിച്ചിൽ നടത്താനാണ്. ഇത് ആരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്? ആന്റി ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3.5 വർഷക്കാലം അവൻ സമാധാനത്തെ കാണിക്കുന്നുണ്ട്. ഈ 3.5 വർഷക്കാലത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവന്റെ രീതി അവൻ മാറ്റും, അവന്റെ സ്റ്റൈല് മാറ്റും. ആദ്യം അവൻ പ്രത്യക്ഷപ്പെട്ടതുപോലോ അല്ലെങ്കിൽ അവൻ പറഞ്ഞ വാക്കുകളല്ല, അവൻ നേരെ തിരിഞ്ഞിട്ട് പീഡനം വർദ്ധിപ്പിക്കും. അതാണ് നമ്മള് ദാനിയേലിന്റെ പുസ്തകം 70-ാം അധ്യായത്തിൽ വായിച്ചു. ആഴ്ചവട്ടത്തിന്റെ മധ്യസമയത്ത് അവൻ ഭോജനയാകും ഒക്കെ നിർത്തലാക്കുമെന്ന്. അതുപോലെ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ പീസും സമാധാനവും അവൻ എടുത്തു മാറ്റി. അതുപോലെ മനുഷ്യന്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വൈരാഗ്യം കൊണ്ടുവന്നു, വിദ്വേഷം കൊണ്ടുവന്നു. അവർ പരസ്പരം കൊല്ലുവാൻ തക്കവണ്ണം തുടങ്ങി. ആദ്യം വന്നവൻ എന്ത് ചെയ്തു? സമാധാനത്തിന്റെ ഇതായിട്ട് വന്നു, വെള്ളക്കുതിരപ്പുറത്ത് വന്നു. എന്നാൽ പിൽക്കാലത്തെ ഒരു അടുത്ത കാലഘട്ടം വന്നപ്പോഴത്തേക്ക്, അടുത്ത സമയം വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ സമാധാനം എടുക്കപ്പെട്ടു കഴിഞ്ഞു. ആ തനി നിറം, ആ തനി സ്വഭാവം അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ കാലഘട്ടത്തിൽ തന്നെ വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. പരസ്പരം രക്തച്ചൊരിച്ചിലിൻ്റെതായിട്ടുള്ള അനുഭവം. ഇത് കാണിക്കുന്ന എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ മുമ്പിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം കുറച്ച് നാളുകളിലേക്ക്, ഒരു പക്ഷേ ചില മാസങ്ങളിലേക്ക് സമാധാനം ഈ ലോകത്ത് മുഴുവനും ഉള്ളതായി തോന്നും. അത് കഴിയുമ്പോൾ മഹോപദ്രവത്തിന്റെ കഠിനത ഉണ്ടാകും. മനുഷ്യൻ തമ്മിൽ വൈരാഗ്യത്തോട് ഇടപെടുവാനായിട്ട് തുടങ്ങും. കാരണം ദൈവകൃപ നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവ് മുകളിലേക്ക് സഭയുമായി പോയി കഴിഞ്ഞു. ദൈവ സാന്നിധ്യം ഈ ഭൂമിയിൽ ഇല്ലാതെ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി ജനം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ എഴുതിയിരിക്കുന്നു, അവനൊരു വലിയ വാളും അവന് കിട്ടി. വാള് കിട്ടി എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നതിനുള്ള, വെട്ടുവാനുള്ളത്, അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനുള്ളത്, രക്തച്ചൊരിച്ചിൽ. അതായത് വാളിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അഞ്ചാമത്തെ വാക്യം, 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേ, ആദ്യത്തേത് നമ്മൾ കണ്ടത് വെള്ളക്കുതിര, രണ്ടാമത് കണ്ടത് ചുവന്ന കുതിര, ഇവിടെ 3-ാമത് കാണുന്നത് കറുത്ത കുതിരയെ കണ്ടു. അപ്പോൾ അത് നോക്കിയേ, അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഹി ഹാഡ് എ സ്കെയിൽ ഇൻ ഹിസ് ഹാൻഡ്, ഹി ഹാഡ് എ ബാലൻസ് ഇൻ ഹിസ് ഹാൻഡ്. അവന്റെ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുകയാണ്. ഈ തുലാസ് കാണിക്കുന്ന അളവിനെയാണ് കാണിക്കുന്നത്. നമ്മൾ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്തിനെയാണ് അവൻ അളക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ, അളക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ജുവലേഴ്സിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു തുലാസ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സ്കെയിൽ വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? അവർ സ്വർണം വിൽക്കുകയാണെങ്കിലും സ്വർണം വാങ്ങുകയാണെങ്കിലും അത് അളന്ന് സൂക്ഷ്മം അളന്നാണ് അത് വാങ്ങിക്കുന്നത്. കാരണം അത് കാണിക്കുന്നത് ആ ആക്യുറസിയെ മാത്രമല്ല, എത്രമാത്രം അതിനെ എന്താ പറയുന്നത്, സ്ട്രെയിൻ ചെയ്തെടുക്കാമോ, എത്രമാത്രം അവിടെ സ്ട്രെയിൻ കൊടുക്കാൻ പറ്റുമോ, എത്രമാത്രം സ്ട്രിക്റ്റ് ആകാൻ പറ്റുമോ എന്നുള്ളത് ആ തുലാസിനെ കാണിക്കുന്നത്. നമുക്കറിയാം, കോടതിയുടെ ഒക്കെ മുമ്പിൽ തുലാസ് ഇങ്ങനെ കാണിച്ചേക്കുന്ന കാണാം, തുല്യ ഇതിനായിട്ട്. എന്ന് പറഞ്ഞാല് വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്, കർക്കശം എന്നുള്ളതാ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്ന ബ്ലാക്ക് കാണിക്കുന്നതിനൊക്കെ വെച്ചാൽ ക്ഷാമത്തിന് വേണ്ടി ബ്ലാക്ക് കാണിക്കും. കറുപ്പ് കാണിക്കുന്നത് ക്ഷാമത്തെ കാണിക്കുന്നുണ്ട്, വ്യാധികളെ കാണിക്കുന്നുണ്ട്, അത് മാത്രമല്ല മരണത്തെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, കറുത്ത കൊടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ദുഃഖസൂചകമാണ്. അപ്പൊ കറുത്ത കുതിരയെ കാണിക്കുന്ന ദുഃഖത്തിന്റെ അനുഭവമാണ്, മ്ലാനതയുടെ അനുഭവമാണ്, ഇല്ലായ്മയുടെ അനുഭവമാണ്, മരണത്തിന്റെ അനുഭവമാണ്. ഒന്ന് വായിച്ചു നോക്കി അടുത്ത വാക്യങ്ങൾ. അതിന്മേൽ ഇരിക്കുന്നവനൊരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇവിടെ ശ്രദ്ധിക്കണമേ, ഒരു പണത്തിന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ആൻഡ് ഐ ഹേർഡ് എ വോയിസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദി 4 beasts സേ, എ മെഷർ ഓഫ് വീറ്റ് ഫോർ എ പെന്നി. എ പെന്നി എന്ന് പറഞ്ഞാൽ 1 ദിനറി എന്നതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 1 ദിനറി. ദിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ വേജസ് ആണ്, ഒരു ദിവസത്തെ ശമ്പളമാണ്. ഒരു വ്യക്തി രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ ലഭിക്കുന്ന ശമ്പളമാണ് ഒരു ദിനറി.
ഇവിടെ ഒരു പെന്നിന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ദിനറി കൊടുത്താൽ എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? ഒരിടങ്ങഴി ഗോതമ്പ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റി. ഒത്തിരി കാൽക്കുലേഷൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരിടങ്ങഴി ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ ആ ഇതെഴുതിയിരിക്കുന്നതിന്റെ മൂലഭാഷ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 2-3 ബ്രെഡുകൾ മാത്രമേ ഉണ്ടാക്കുവാനായിട്ട് പറ്റുമെന്നാ പറയുന്നത്. അതേ സ്ഥാനത്ത് ഇന്ന് നമുക്കറിയാൻ പറ്റും, ഒരു ദിവസത്തെ വരുമാനം നമ്മുടെ ഒന്ന് എടുത്തു നോക്കി. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരല്ലേ, നമുക്ക് നോക്കി ഒരു ദിവസത്തെ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്ര ദിവസത്തേക്കുള്ള ആഹാരം വാങ്ങിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസത്തെ ശമ്പളം കൊണ്ട് നമ്മുടെ വീട്ടിൽ എത്ര ദിവസത്തേക്കുള്ള ആഹാരം വാങ്ങിക്കാം? കുറഞ്ഞത് ഒരാഴ്ചത്തേക്കുള്ള ആഹാരം വാങ്ങിക്കാൻ പറ്റുമല്ലോ, ഈസി ആയിട്ട്. ചില വീടുകളിൽ 1.5 ആഴ്ച. വെറും സാധാരണമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ 2 ആഴ്ച വരെയുള്ള രണ്ടാഴ്ച കഴിക്കുവാനുള്ള ആഹാരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു ദിവസത്തെ വരുമാനം കൊണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ പറയുന്നു, ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ഒരു വ്യക്തിക്ക് കഴിക്കുവാൻ, ഒരു ദിവസമോ 2 ദിവസമോ ഒരു വ്യക്തിക്ക് കഴിക്കുവാനുള്ളത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സ്റ്റഡിയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇടയിലുള്ള വിലയുടെ 12%, 15% വില വർധന ഉണ്ടാകുമെന്ന്, ഓരോ സാധനത്തിനും ഇൻഫ്ലേറ്റഡ് ആകുമെന്ന്. എന്തുകൊണ്ട്? ഈ യുദ്ധങ്ങൾ നടക്കുന്നത് കൊണ്ട്, ഈ ക്ഷാമങ്ങൾ നടക്കുന്നത് കൊണ്ട്, ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലിയ ക്ഷാമം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ കൂലി കൊണ്ട് ആ ആളിന് പോലും കഷ്ടിച്ച് ഒരു ദിവസമോ 2 ദിവസമോ ജീവിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും എവിടുന്ന് കൊടുക്കാൻ പറ്റും? അത്രമാത്രം ക്ഷാമമുണ്ടാകുമെന്നാണ്. ഒരിടങ്ങഴി ഗോതമ്പ് ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. യവം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ബാർലി എന്തിനാ ഉപയോഗിക്കുന്നത്? വെറും പാവപ്പെട്ട മനുഷ്യർ കഴിക്കുന്നതാണ് ബാർലി, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്നതാണ് ബാർലി. കന്നുകാലികൾക്കും കുതിരയ്ക്കും കഴുതയ്ക്കും ഒക്കെ കൊടുക്കുന്നതാണ് ബാർലി. അത് 3 ഇടങ്ങഴിയാ കിട്ടൂ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, അത്രമാത്രം വലിയ വിലവർധന ആരംഭിക്കുകയാണ്. അത്രമാത്രം വലിയ വിലവർധന ആരംഭിച്ചിട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം, സാധാരണ ജനത്തിന് ജീവിപ്പാൻ കഴിയാത്തവണ്ണമുള്ള ഭയങ്കരമായ ഒരു വലിയ ക്ഷാമത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷെ അവിടെ ഒരു വാക്യം ശ്രദ്ധിച്ചേ, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്നാൽ ഒരു എക്സെപ്ഷൻ കൊടുത്ത് ഗോതമ്പിനും ബാർലിക്കും ഇതിനൊക്കെ വില കൂടുക, മറ്റു സാധനങ്ങൾക്കൊക്കെ വലിയ വില വരുന്നുണ്ട്. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. നമ്മളത് മനസ്സിലാക്കുമ്പോൾ അതിന് പല പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും നല്ലൊരു വ്യാഖ്യാനം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത് ഇതാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താന്ന് ചോദിച്ചാൽ, ഈ എണ്ണയും വീഞ്ഞും എവിടെയാണ് ഉണ്ടാകുന്നത് അറിയാം? എണ്ണ എന്ന് പറയുന്നത് ഒലീവിൽ നിന്ന് വരുന്ന എണ്ണയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒലീവിൽ നിന്നാണ്. നല്ല എണ്ണകൾ, ഒലിവ് എണ്ണയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വീഞ്ഞ് എന്ന് പറയുന്ന ഗ്രേപ്സ് ആണ്, മുന്തിരിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ഒലീവും മുന്തിരിയും ഏറ്റവും കൂടുതലുള്ള ദേശം ഏതെന്ന് ചോദിച്ചാൽ ഇസ്രയേലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ നീ തുടരുത്. ഇസ്രയേലിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക. ലോകം മുഴുവനും ക്ഷാമം കൊണ്ട് നിറയുമ്പോൾ, ലോകം മുഴുവനും ഇല്ലായ്മ കൊണ്ട് നിറയുമ്പോൾ, ലോകം മുഴുവനും കറപ്പായിട്ട് തീരുമ്പോൾ, ഇസ്രയേലിനൊരു ചെറിയ കാലഘട്ടത്തിലേക്ക് ഇസ്രയേലിനെ ബാധിക്കാതെ വണ്ണം ദൈവം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാഥമികമായും ഈ 7 വർഷത്തെ മഹോപദ്രവകാലം രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത് ഇസ്രയേലിനെയാണ്. ഇസ്രയേലിൽ അനേകര് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്കറിയാം, ട്രിബുലേഷൻ സെയിൻസ് എന്ന് കേട്ടിട്ടുണ്ട്. മഹോപദ്രവത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിശുദ്ധന്മാരെ കുറിച്ച് നമുക്കറിയാം. ആ വിശുദ്ധന്മാരിൽ ഭൂരിപക്ഷവും വരുന്ന ഇസ്രായേലിൽ നിന്നായിരിക്കും. കാരണം അവർക്കറിയാം തങ്ങളുടെ രക്ഷിത, തങ്ങളുടെ മശിക, തങ്ങൾ കാത്തിരിക്കുന്ന മശിക വന്നിട്ട് പോയി, അത് യേശുക്രിസ്തു ആയിരുന്നുവെന്ന് അവര് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ തിരിച്ചറിയും. ആ തിരിച്ചറിയുമ്പോൾ, കാരണം ആദ്യം വെള്ളക്കുതിരപ്പുറത്ത് വന്നവൻ ആന്റി ക്രൈസ്റ്റ് ആണെന്നും അവൻ പിശാചാണെന്നും പിശാചിന്റെ ദൂതനാണെന്നുമുള്ള സത്യം തിരിച്ചറിയുമ്പോൾ, വലിയ വില കൊടുത്ത് പീഡനത്തിന്റെ മധ്യത്തിൽ അവർ തള്ളിപ്പറഞ്ഞ് യേശു കർത്താവിന് വേണ്ടി അവരിൽ ചിലർ നിൽക്കും. അങ്ങനെ അവർ രക്ഷിക്കപ്പെടും. ആ 7 വർഷത്തെ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഈ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് പറയുന്നത് ഇസ്രയേലിനെ പാർഷ്യലായി ദൈവം കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 4 ജീവികളുടെയും നടുവിൽ നിന്ന് കേട്ടു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ,
നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരുക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയിലെ കാലംശം ശ്രദ്ധിച്ചു കേൾക്കണമേ, കാലാംശം എന്നല്ല, കാലംശം. കാലെന്ന് പറഞ്ഞാൽ എത്ര? 1/4. 1/4 നമ്മൾ കാലെന്ന് പറയത്തില്ലയോ? അപ്പൊ ഭൂമിയിലെ കാലംശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ 4/1 എന്നുള്ള അർത്ഥമാണ്. ഭൂമിയുടെ 4/1 അധികാരം ലഭിച്ചു. ഇവിടെ ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, മഞ്ഞ നിറമുള്ള, ഞാൻ ഈ ഓരോ ഭാഗങ്ങളും എടുത്ത് ദൈവവചനത്തിലുള്ള മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാതെ ഒരു ജീവിയെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ആദ്യത്തെ ജീവിയുടെ മുദ്ര പൊട്ടിച്ചതിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റഡിയിൽ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ മാത്രം എടുത്ത് ആ സ്ട്രൈറ്റ് ലൈനിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മഞ്ഞ നിറമുള്ളൊരു കുതിര എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ നിറമെന്ന് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ റൂട്ട് ഗ്രീക്ക് മീനിങ്ങിൽ നമ്മൾ അതിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ പെയിലായിരിക്കുന്ന, പെയിൽ എന്ന് പറഞ്ഞാൽ വിളറിയിരിക്കുന്ന. അപ്പൊ വിളറിയിരിക്കുന്ന പച്ചക്കളർ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളർ വരുമല്ലോ. വിളറിയ പച്ചക്കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് നമുക്ക് തോന്നുമല്ലോ. ആ കളറിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു തേജസ്സും ഇല്ലാത്ത ഒരവസ്ഥ. ചിന്തിക്കേണ്ടത് അതാണ്. ഇവിടെ നോക്കിയേ, ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ആ മഹോപദ്രവം ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് മാത്രമല്ല, ലോകത്തിലെ പാതാളം അവരുടെ കൂടെ നിൽക്കുക. പാതാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ലാത്ത മനുഷ്യനെ അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഒന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാതെ. ഇന്നൊന്ന് ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ഇന്ന് ആശ്വസിപ്പിക്കുവാൻ ചില വ്യക്തികൾ നമ്മുടെ മധ്യത്തിലുണ്ട്, ദൈവത്തെ അറിയുന്നവരല്ലെങ്കിൽ പോലും. കാരണം എന്നാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം ഈ ഭൂമിയിലുള്ളത് കൊണ്ട് ദൈവം ഈ ഭൂമിയെ സൂക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. അതുമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അത് ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട്. ഈ ദൈവ സാന്നിധ്യം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യന് ഭയം വർദ്ധിക്കും. മനുഷ്യന് ഭയം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മനുഷ്യൻ തീരും. ഒരാളെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല. മരണത്തിന്റെ ആധിപത്യത്തിലായിത്തീരും. സ്പിരിറ്റ് ഓഫ് ഡെത്ത് വിൽ ഓവർ റൂൾ ദം. സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ ഈ ആത്മാവ് ഓരോരുത്തരെയും ഭരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യന് അതിൻ്റെ കൂടെ ക്ഷാമം, അതിൻ്റെ കൂടെ മഹാവ്യാധികൾ, ഇതെല്ലാം കൂടെ മനുഷ്യനെ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ദേ ബിക്കം പെയിൽ. വേറൊരു വ്യൂക്കാർ പറയുന്ന വേറൊരു രീതിയിൽ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശവശരീരങ്ങള്, ആദ്യം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതുപോലെ യുദ്ധത്തിൽ വീഴുന്ന ശവശരീരങ്ങളൊക്കെ അവിടെ കിടന്ന് പെയിലാകുമെന്ന, അഴുകാൻ തുടങ്ങുമെന്ന്, അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ബി ഇറ്റ്, ഈ സിറ്റുവേഷൻ ഈസ് വെരി വെരി ബാഡ്. അവിടെ അത് മാത്രമല്ല, കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നു കളയുവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വഴികളും ദൈവം തുറക്കുമെന്ന. കാട്ടുമൃഗങ്ങൾ ഇന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ദൈവത്തിന്റെ ആ കൺസ്ട്രെയിൻ, ദൈവത്തിന്റെ ആ റെസ്ട്രിക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഉപദ്രവം തുടങ്ങുമെന്ന്. രണ്ട് രീതിയിൽ അതിനെക്കുറിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, കാട്ടിൽ അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിച്ച് തങ്ങളുടെ ഭക്ഷണമാക്കി മാറ്റുമെന്ന്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? എല്ലാ വഴികളിൽ നിന്നും ഉപദ്രവങ്ങളെ തുറന്നു വിടും ദൈവം. എന്തിന്? തങ്ങൾ അറിയാത്ത ദൈവത്തെ അവർ വിളിക്കണം ഇതിനു വേണ്ടി. പക്ഷെ എന്നാലും മനുഷ്യൻ ദൈവത്തെ വിളിക്കത്തില്ല. ഇവിടെ കാണുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് കാണിച്ചു തരിക. ഓരോരോ ഇതൊന്നും വലിയ കാലഘട്ടങ്ങളല്ല. ഇതെല്ലാം ആദ്യത്തെ 3.5 വർഷം നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ചില മാസങ്ങൾക്കുള്ളിൽ ഇത് സംഭവിക്കുകയാണ്. വലിയ മഹാവ്യാധി ഉണ്ടാകുകയാണ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. 9-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. 9-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പെട്ടെന്ന് വാക്യം പറഞ്ഞു നിർത്തുകയാണ്. ഒരു 8-10 മിനിറ്റിനുള്ളിൽ ഞാനിത് പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ഈ 5-ാം മുദ്ര എന്ന് പറയുന്നത് ആദ്യത്തെ 3.5 വർഷത്തിന്റെ അവസാനം തുടങ്ങുന്നതാണ്. 5 എന്നാണ് തിയോളജിയൻസ് അവകാശപ്പെടുന്നത്. അതിനൊത്തിരി അവർ പശ്ചാത്തലങ്ങളും അവരുടെ സ്റ്റഡീസ് ഒക്കെ ഒത്തിരി ഉണ്ട്.
ഇപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ എടുക്കും. ആ നോട്ട്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതൊക്കെ ഹൈലി എന്താ പറയുന്നത്, ഹൈലി വളരെ ഡീപ്പായിട്ടുള്ള തോട്ട്സ് ആണ്. അതൊക്കെ നമുക്ക് സാധാരണ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5-ാം മുദ്ര പൊട്ടിക്കുന്നെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം എന്ന് പറയുന്നാൽ ആദ്യത്തെ 3.5 വർഷക്കാലത്തിന്റെ അവസാന കാലഘട്ടമാണ്. രണ്ടാമത്തെ പകുതിയിലേക്ക്, രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിലേക്ക് കടക്കുന്ന ഭാഗമാണ്. മുമ്പേ നമ്മൾ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് ആ പ്രഭുവായിരിക്കുന്നവന്റെ സ്വഭാവം മാറുന്നതിനായിട്ട് ഭോജനയാഗമൊക്കെ നിർത്തലാക്കുന്നതായിട്ട് പറഞ്ഞില്ലേ, ആ തുടക്കമാണ് ഇവിടെ കാണുന്നത്. ശ്രദ്ധിച്ചേ, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആരാ 5-ാം മുദ്ര പൊട്ടിക്കുന്നത്? കുഞ്ഞാട്. നമ്മുടെ കർത്താവാണ് ഈ മുദ്രകളൊക്കെ പൊട്ടിക്കുന്നത്. ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യോഹന്നാന്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണമേ, ഇവിടെ ആത്മാക്കളെ കണ്ടു എന്നാ. ഇത് ആരുടെ ആത്മാക്കളാ? ദൈവത്തിന്റെ സഭ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു. ഇത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മൾ ശരീരത്തോടു കൂടിയാണ് എടുക്കപ്പെട്ടത്, അല്ലേ? നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിച്ച് നമ്മൾ എടുക്കപ്പെടുമെന്നാണ് നമ്മൾക്ക് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടുമെന്നാണ്. രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരവുമായിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇവിടെ പറയുന്നത് ആത്മാക്കളെ കുറിച്ച്. വേറൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ, മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ പുരുഷാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. വെള്ള നിലയെങ്കി ധരിച്ചു നിൽക്കുന്ന ഒരു വലിയ പുരുഷാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവസഭയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വെള്ള നിലയെങ്കി ധരിച്ചുകൊണ്ട് ആത്മാക്കളുടെ കൂട്ടത്തെ കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, പുരുഷാരത്തെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചിരിക്കുന്നത് ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. നമ്മൾ പല പല വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും സ്വീകാര്യമായി ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മാക്കൾ എവിടെ നിന്ന് വന്നതെന്നറിയാമോ? ഈ കഴിഞ്ഞ 4 മുദ്രകളെ കുറിച്ച് പഠിച്ചില്ലേ, 4 ഉപദ്രവങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ? അതിന്റെ മധ്യത്തിൽ ഈ ഭൂമിയിൽ വെച്ച് കർത്താവിന് വേണ്ടി നിന്നവരുടെ ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്, കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ കുറിച്ചാണ് ദൈവവചനം. അപ്പൊ ആൾക്കാർ ചോദിക്കും, പരിശുദ്ധാത്മാവില്ലാതെ എങ്ങനെ മാനസാന്തരത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചേക്കാം. കാരണം ദൈവസഭ എടുക്കപ്പെട്ടല്ലോ, പിന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ലല്ലോ, വചനം പ്രസംഗിക്കാൻ ആരും ഇല്ലല്ലോ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ കർത്താവ് വന്ന് ദൈവസഭയെ കൊണ്ടുപോയെന്നൊന്നും കരുതിക്കോ, നമ്മൾ എടുക്കപ്പെട്ടെന്നും കരുതിക്കോ. നമ്മൾ എടുക്കപ്പെട്ടാലും ഈ വചനം കേട്ട പലരും ഈ ഭൂമിയിലില്ലേ? ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ചെറിയ മാനസാന്തരമൊക്കെ വന്നവരുണ്ട്. അത് മാത്രമല്ല, ദൈവസഭയ്ക്കകത്ത് തന്നെ ഇന്നുള്ള ദൈവസഭകളിൽ നിന്ന് എല്ലാവരും എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സഭയിലുള്ള എല്ലാവരും എടുക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ കർത്താവ് വന്നാൽ? എനിക്ക് തോന്നുന്നില്ല. ചിലത് കൈവിടപ്പെട്ടു പോകും. ദൈവത്തിന്റെ സഭ എടുത്തു കഴിയുമ്പോൾ ഈ കൈവിടപ്പെട്ടു പോയ വിശ്വാസികളെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഈ 2 വഴിയിൽ ജീവിച്ചവര്, അല്ലെങ്കിൽ ഈ വചനമൊന്നും വേണ്ടവണ്ണം വിശ്വസിക്കാത്തവർ, ഇതൊക്കെ വെറുതെയോ ഇത്രയൊന്നും കാര്യമൊന്നും ഇല്ലെന്നൊക്കെ ചിന്തിച്ചവർ, കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും തങ്ങൾ കേട്ടതൊക്കെ സത്യമായിരുന്നെന്ന്. അപ്പോൾ അവരിൽ ചിലർ റാഡിക്കലായിട്ടൊരു തീരുമാനം എടുക്കും, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോയേ പറ്റൂ, ബാക്കിയുള്ളതെല്ലാം സത്യമാണെന്ന്. കഴിഞ്ഞ നാളുകളിൽ കേട്ട നിത്യന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തിലെ വെള്ളസിംഹാസനത്തെക്കുറിച്ചും അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പഠിക്കുവാൻ പോകുന്നതൊക്കെ ഇതൊക്കെ സത്യമാണെന്ന് അവർ വിശ്വസിച്ചിട്ട് എന്ത് വില കൊടുക്കാനും തയ്യാറാകും കർത്താവിന്റെ അടുത്ത് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ മഹോപദ്രവകാലം ആരംഭിച്ചു കഴിഞ്ഞു. ആ മഹോപദ്രവകാലത്തിന്റെ മധ്യത്തിൽ അവർ ദൈവവചനത്തിന് വേണ്ടി നിൽക്കും, കേട്ട വചനത്തിന് വേണ്ടി നിൽക്കും. കേട്ട വചനത്തിന് വേണ്ടി നിൽക്കുകയും മാത്രമല്ല, അവരവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും ഈ വചനം, അവരവരുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കും, ഇതെല്ലാം സത്യമായിരുന്നു കേട്ടത്, പക്ഷെ ഞാൻ കൈവിടപ്പെട്ടു പോയി, ഞാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് ഞാൻ കൈവിടപ്പെട്ടു പോയി. അവരിത് മറ്റുള്ളവരോട് പറയും. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കും. അത് മാത്രമല്ല, ഇസ്രയേലില് കണ്ടറിയും, സഭ എടുക്കപ്പെട്ടത് ഇസ്രയേൽ അറിയും. ഇസ്രയേൽ അറിഞ്ഞിട്ട് അതിൽ ചിലരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടും. അവർ കർത്താവിന് വേണ്ടി നിൽക്കും. ഞാൻ വിശ്വസിക്കുന്നതാ പറയുന്നത്. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
അപ്പൊ അവരൊക്കെ ഈ വചനത്തിനു വേണ്ടി, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിന്നത് കൊണ്ട് കൊല്ലപ്പെട്ടപ്പോൾ അവർ ശരീരം കൊണ്ടല്ലല്ലോ സ്വർഗത്തേക്ക് പോയത്. ഇന്നൊരു വ്യക്തി മരിക്കുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ആത്മാവല്ലേ പോകുന്നത്. അതുപോലെ ഈ കൊല്ലപ്പെട്ടവർ, അത് ഇവരെ വിളിക്കുന്നതാണ് ട്രിബുലേഷൻ സെയിൻസ്, മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാര്. ആ ആത്മാക്കള് കർത്താവിന്റെ അടുക്കിലേക്ക് എത്തി. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഒന്ന് വായിച്ചു നോക്കിയേ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. സഭ ആദ്യമേ എടുക്കപ്പെട്ടു. സഭയെക്കുറിച്ചല്ല പറയുന്നത്. ഇത് സഭയെക്കുറിച്ച് പറയുന്നത് വെള്ള നിലയെങ്കി ധരിച്ച പുരുഷാരത്തെയാണ് സഭയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവർക്ക് ഇനിയുമാണ് വെള്ള നിലയെങ്കി കൊടുക്കുന്നത്. താഴേക്ക് വായിച്ചു വന്നേ. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കം നിലവിളിച്ചു. അവരവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്താ? ഭൂമിയിലുള്ളവരോട് എന്ന് പറഞ്ഞാൽ അന്നേരവും മഹോപദ്രവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. അതാണ് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഭൂമിയിലുള്ളവരോട്, ഞങ്ങളെ ഉപദ്രവിച്ചവരോട്, ഞങ്ങളെ കൊന്നവരോട്, ഞങ്ങളെ പീഡിപ്പിച്ചവരോട്, അങ്ങയുടെ നാമത്തിനു വേണ്ടി ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്കെതിരെ നിന്നവരോട് നീ എന്തുകൊണ്ട് പ്രതികാരം നടത്താതിരിക്കും എന്ന് ദൈവത്തോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇനിയും വീണ്ടും താഴോട്ട് വായിച്ച് ശ്രദ്ധിച്ചേ. ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കിൽ ലഭിച്ചു. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സഭ ആദ്യം എടുക്കപ്പെട്ടു. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഇവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയെങ്കിൽ കൊടുത്തു. എന്നിട്ട് ശ്രദ്ധിച്ചേ, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കിൽ കൊടുത്തു. ഇനി അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പം കാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. കാരണം ഭൂമിയിൽ മഹോപദ്രവകാലം നടന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ ഇനിയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ താഴെയുണ്ട്. അവർ കൂടെ വന്നു ചേരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം സ്വസ്ഥമായിട്ട്. ഹല്ലേലൂയ. ഇത് പറയുന്നത് മഹോപദ്രവത്തിൽ നിന്ന് വരുന്ന സെയിൻസിനെ കുറിച്ചാണ്. ആദ്യത്തെ സഭയെക്കുറിച്ചല്ല, രണ്ടാമത് വരുന്ന സെയിൻസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. കർത്താവിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അന്തിക്രിസ്തു വരുന്നത്, പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് വരിക എന്നുള്ള മീനിങ്ങിലല്ല, ഭൂമിയിൽ എവിടെയോ ഒന്ന് നമ്മൾ എഴുന്നേൽക്കും. ഏതോ ഒരു രാജാവായിട്ടോ, അല്ലെങ്കിൽ ഏതോ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ, അല്ലെങ്കിൽ ഏതോ ഒരു മത നേതാവായിട്ടോ, ഏതോ ഒരു പുരോഹിതനായിട്ടോ, എന്തൊക്കെയായിരിക്കും എനിക്കറിയത്തില്ല. ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനായിട്ടായിരിക്കാം വരുന്നത്. എനിക്കറിയില്ല, വചനത്തിലൊന്നും അത് കാണിച്ചു തന്നിട്ടില്ല. പലതും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ വരും. അവൻ ആദ്യം സമാധാനം വാഗ്ദത്തം ചെയ്യും. അത് കഴിയുമ്പോൾ അവന്റെ രീതി മാറും. പതുക്കെ യുദ്ധത്തിലേക്ക് വരും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. അവൻ കൊല്ലും അധികാരത്തിന് വേണ്ടി, തന്റെ കീഴാക്കാൻ വേണ്ടി, തന്റെ അധികാരത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി അവൻ ഓരോന്ന് കോൺകർ ചെയ്യും. അത് കഴിയുമ്പോൾ ക്ഷാമമുണ്ടാകും. ഭയങ്കരമായിട്ട് ക്ഷാമമുണ്ടായി, മഹാവ്യാധികൾ ഉണ്ടാകും. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനായിട്ട് തുടങ്ങും. ക്ഷാമം വർദ്ധിച്ചു വരുന്നുണ്ട്. മനുഷ്യൻ ആഹാരം കഴിക്കാതെ അങ്ങനെ മരിക്കും കുറേയേറെ പേര്. അത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അവിടെ പറഞ്ഞില്ലേ, ഭൂമിയിൽ കാലംശത്തിന്റെ മേൽ, ഭൂമിയിൽ 1/4 മേലായി ഈ ബാധ വരുന്നതെന്ന്. അതിനെക്കുറിച്ചൊന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് എന്താണെന്നറിയാമോ? ഭൂമിയിൽ 1/4 എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ പോപ്പുലേഷനിൽ 1/4. ഭൂമിയിലെ ജനസംഖ്യയിൽ 1/4. ഭൂമിയുടെ മേൽ 1/4 എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയെ, ഗ്രാഫിക്കൽ ഏരിയയെ കുറിച്ചല്ല പറയുന്നത്. സമുദ്രത്തിൽ 1/4 എന്നുള്ളതല്ല. ഭൂമിയിലെ 1/4 കൊന്നുകളയുവാനെന്ന് എഴുതിയിരിക്കുന്ന അവിടെ മേളിൽ എഴുതിയിരിക്കുന്ന വാക്യം. ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള പോപ്പുലേഷനിൽ 1/4 ഇല്ലാതായി പോകുമെന്ന് ഈ സംഭവത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൽ, 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവരുടെ മൊത്തം എണ്ണം എന്ന് പറയുന്നത് 22 മില്യൺ ആയിരുന്നു. 22 മില്യൺ. എന്നാൽ 2-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 56 മില്യൺ ആയിരുന്നു. 56 മില്യൺ. ഇതിനെ നമുക്ക് 3-ാമത്തെ ലോകമഹായുദ്ധം എന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോപ്പുലേഷനിൽ 1/4, 1/4 പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്ട് ഒരു 8 ബില്യണിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞിരിക്കുക പോപ്പുലേഷൻ, ലോകത്തിന്റെ പോപ്പുലേഷൻ. അപ്പൊ 8 ബില്യന്റെ അടുത്തേക്ക് വരുമ്പോൾ 1/4 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ബില്യൺ ആൾക്കാർ ഇല്ലാതാവുമെന്ന്. 2 ബില്യൺ ഈ ഒരു സംഭവത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അടുത്ത വരുന്ന ഭാവിക്കകത്ത് ഇത്രയും ബില്യൺസിനകത്ത് നിന്ന് 1/4 ഇല്ലാതായി പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എത്ര ഭീകരമായിരിക്കുമെന്ന് ജീവിതം. ഹല്ലേലൂയ. അപ്പോൾ 5-ാമത്തേതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. 5-ാമത്തേതിനകത്താണ് ഈ
ഈ മഹോപദ്രവ പീഡന കാലഘട്ടത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി നിന്ന ഒരു ജനം, കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായ ഒരു ജനം, അവരെല്ലാം അവർ വെറുതെ നമ്മളിപ്പോ ഈസി ആയിട്ട് ബൈബിൾ എടുത്തു വെച്ചു, പാടി, പ്രാർത്ഥിച്ചു, എത്ര ഈസി ആയിട്ട് നമ്മളാരും വില കൊടുക്കുന്നില്ല ഈ വിശ്വാസത്തിന് വേണ്ടി. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വില കൊടുക്കുന്ന ഒരു കാലഘട്ടം വരുന്ന മഹോപദ്രവ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ന്യായവിധിയിൽ എത്താതെ പോകണമെന്നുണ്ടെങ്കിൽ അവർ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടി വരും. പ്രൈമർലി ഇസ്രായേൽ അതിനു വേണ്ടി നിൽക്കും. ഇസ്രായേലിൽ ഒരു വലിയ ജനം അന്ന് രക്ഷിക്കപ്പെടും, കർത്താവിലേക്ക് വരും ആ കാലഘട്ടത്തിൽ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ഈ 6-ാം മുദ്ര എന്ന് പറയുന്നത് 3.5 വർഷത്തെ, അവസാനത്തെ 3.5 വർഷത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 6-ാം മുദ്ര എന്ന് പറയുന്നത് 3.5 വർഷത്തിന് ശേഷമുള്ളതാണ്. അതായത് 2ാമത്തെ പകുതി, മഹോപദ്രവ കാലഘട്ടത്തിന്റെ 2ാമത്തെ പകുതി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാത്തവണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാത്തവണ്ണവും ഞങ്ങളെ മറയ്ക്കുവീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവിക ന്യായവിധി ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാന കാലത്തിലേക്ക് വരികയാണ്. കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ കാലഘട്ടത്തിലേക്ക് അടുത്തു വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ നോക്കിയേ, പ്രകൃതിയിൽ ചേഞ്ചസ് വരാൻ, സൂപ്പർ നാച്ചുറൽ ചേഞ്ചസ് ഹാപ്പൻസ് ദെയർ, എക്ലക്റ്റിക്കൽ ചേഞ്ചസ് ഹാപ്പൻസ് ദെയർ. അതായത് ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. 3 വേവ്സ് ആ കാണിക്കുന്നത്. ഒന്ന് കാണിക്കുന്നത് 7 സീൽസ്, 2 7 ട്രംപറ്റ്സ്, 3 7 ബോൾസ്, അതായത് 7 മുദ്രകള്, അതുപോലെ 7 കാഹളങ്ങള്, 7 ധൂപകലശങ്ങള്. അപ്പോൾ ഈ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പ്രകൃതിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പ്രകൃതിയിലൂടെ അമാനുഷികമായ സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ദൈവം മാത്രം, ദൈവം നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ആദ്യത്തെ സംഭവം കഴിയുകയാണ്, ആദ്യത്തെ ഭാഗം, ആദ്യത്തെ വേവ് കഴിയുകയാണ്. ഏത് 7 മുദ്രകളെ കുറിച്ചുള്ളത് കഴിയുക. അത് കഴിയാൻ പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് എന്താന്ന് പറയുന്നോ, വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കറുത്തുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ സൂര്യൻ വെളിച്ചമില്ലാതായി തീരുക. സൂര്യൻ വെളിച്ചമില്ലാതായി തീർന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഈ ഭൂമിയിലെ ടെമ്പറേച്ചറുകളെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഈ ഭൂമിയിലെ ചൂട്, ഇതിന്റെ പിന്നെ എല്ലാം തന്നെ സമനില തെറ്റുകയാണ്. സമനില തെറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഭൂമിയുടെ തുലനാവസ്ഥ മാറുമെന്ന് ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ഞാനത് മനസ്സിലാക്കിയതാണ്. സൂര്യന്റെ ചൂട് ഈ പ്രകൃതിയിൽ ഇല്ലാതെ വരുമ്പോൾ ഭൂമിയുടെ അകത്ത് വെന്തുരുകുന്ന ലാവയുണ്ട്. ഭൂമിയുടെ അകത്തൊരു ചൂടുണ്ട്, വലിയ തിളപ്പിച്ച ചൂടാണ്, തിളച്ച ചൂടാണ് ഭൂമിയുടെ അകത്തുള്ളത്, അന്തർഭാഗത്തുള്ളത്. അതിനെ തുലനം ചെയ്യുന്നത് പുറത്തുള്ള ചൂടാണ്. അപ്പോൾ പുറത്തുള്ള ചൂട് ഇല്ലാതെ വരുന്നുണ്ട് എന്തോന്ന് ചോദിച്ചാൽ ഭൂമിയുടെ അകത്തുള്ള ചൂട്, ടെമ്പറേച്ചർ ഈ ഭൂമിയെ അപ്സൈഡ് ഡൗൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ചൂടിന്റെ പവർ കൊണ്ട് ഇവിടെ പറയുന്നത് ഭൂകമ്പം ഉണ്ടാകുമെന്ന്, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന്. ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്നതാ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. നമുക്കറിയാം ചന്ദ്രന്, മൂണിന് ലൈറ്റ് കിട്ടുന്നത് സൂര്യനിൽ നിന്നുള്ള റിഫ്ലക്ഷൻ അല്ലേ? പക്ഷെ സൂര്യൻ കറുത്തു പോയി കഴിഞ്ഞാൽ, സൂര്യന് പ്രകാശം ഇല്ലാതായി കഴിഞ്ഞാൽ ചന്ദ്രൻ എവിടെ നിന്നാണ് പ്രകാശം കിട്ടുന്നത്? കിട്ടത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു ചന്ദ്രൻ രക്തതുല്യമായി തീർന്നെന്ന്, റെഡ് കളർ വന്നു ചന്ദ്രൻ. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ വേയിൽ ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. പിന്നെ എഴുതിയിരിക്കുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. വലിയ ഷെയ്ക്കിങ് നടക്കുക പ്രപഞ്ചത്തിൽ മുഴുവനും. ഇത് ദൈവത്തിന്റെ കരങ്ങളാൽ സംഭവിക്കുന്നതാണ്. ഏത് ആദ്യത്തെ ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, സഹസ്രാധിപന്മാരുണ്ട്. വലിയ ഇന്നത്തെ ഈ കാലഘട്ടം തന്നെ ഒരു മാറ്റവുമില്ല. നമ്മുടെ ദൈവമക്കൾ ഇവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ദൈവസഭ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് മുന്നോട്ട് തന്നെ ഈ പറയുന്ന ടെക്നോളജിയും എല്ലാം ഉണ്ടാകും, മുന്നോട്ട് കുറച്ചുകൂടെ വർദ്ധിച്ചു വരും. നമ്മുടെ കർത്താവ് വരാൻ ഒരു 100 വർഷം കൂടി ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ, ഒരു 50 വർഷം കൂടെ താമസിച്ചാൽ, ഒരു 25 വർഷം കൂടെ താമസിക്കുകയാണെങ്കിൽ അത്രയും കൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകും.
വലിയ 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 ആളുകളൊക്കെ ഈ ഭൂമിയിലുണ്ട്. അവരെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ ഭയപ്പെട്ടു പോകുമെന്ന് ഈ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമെന്ന, മലപ്പാറകളിൽ ഒളിക്കുമെന്നാണ്. കാരണം ഈ ഈ പ്രകൃതിയിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, സംഭവിച്ചു തുടങ്ങുന്നു. ഞാൻ വാക്കുകളെ നിർത്തുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ വരികയാണ്. ഇന്ന് ദൈവം ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവം കരുണയോടെ കാത്തിരിക്കുക. അവന്റെ ശബ്ദം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരു ജനത്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയോട് കരുണ കാണിക്കുക. എന്നാൽ ദൈവത്തിന്റെ കരുണയെ ലാഘവത്തോടെടുത്തിട്ട്, ദൈവത്തിന്റെ ദയയെ ലാഘവത്തോടെടുത്തിട്ട് മനുഷ്യൻ തന്റെ സ്വന്തം ബുദ്ധിക്ക്, സ്വന്തം ദുഷ്ടബുദ്ധിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചിന്റെ ശബ്ദം കേട്ട് മനുഷ്യൻ ദൈവമില്ലാത്തവനായി, ദൈവത്തോട് മറുതലിക്കുന്നവനായി, ദൈവത്തോട് മത്സരിക്കുന്നവനായി ജീവിക്കുമ്പോൾ അവൻ എത്തുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ നമ്മൾ പറയും നമ്മൾ എത്തത്തില്ലെന്ന്. പക്ഷെ നമ്മുടെ തലമുറകൾ എത്താൻ പോകുന്നു അവിടെ. നമ്മൾ എത്തുന്നതിനേക്കാൾ എത്ര ഭീകരമാണ് നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾ അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ശ്രേഷ്ഠമേറിയ ദൈവിക സത്യങ്ങളെ നമ്മൾ അറിയുകയും നമ്മൾ അനുസരിക്കുകയും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. വളരെ വളരെ ഒത്തിരി വിശദമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും സഹോദരങ്ങൾ. ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചസ്, പേപ്പേഴ്സ് ഒക്കെ വെച്ച്, പലരുടെ വ്യൂസ് വെച്ച്, പല തിയോളജിയൻസ് പറഞ്ഞിരിക്കുന്ന കമന്റുകളൊക്കെ വെച്ച് ഇത് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങളെടുക്കും ഇത് പഠിച്ചു തീർക്കാൻ വേണ്ടി. അത് മാത്രമല്ല, നമുക്ക് സാധാരണമായ ഒരു ബൈബിൾ സ്റ്റഡിയാണ് ആവശ്യം. നമ്മുടെ മനസ്സിൽ ഓർത്ത് നിൽക്കാനും ഓർത്ത് വയ്ക്കുവാനുമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സമയമെടുത്ത് ഈ ഭാഗത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കാത്തത്. അല്ലാത്തവർക്ക്, അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കുവാൻ ഒത്തിരി റിസോഴ്സസ് ഇന്റർനെറ്റിലും ഒക്കെ ഉണ്ട്. സഹോദരങ്ങളെ, ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കുക. കേട്ട വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഭയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. ഈ വലിയ മഹോപദ്രവത്തിൽ നമ്മൾ അകപ്പെടാതെ വേണം. കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ദൈവസഭയോടുകൂടി എടുക്കപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നമ്മുടെ സുഹൃത്തുക്കളോ, നമ്മുടെ ബന്ധുമിത്രാദികളോ, നമ്മുടെ കുഞ്ഞുങ്ങളോ, നമ്മുടെ തലമുറകളോ അതിൽ വീഴാതെ വണ്ണം അവരോട് ഈ സത്യം അറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഈ നാളുകളിൽ അധികം കൃപ നൽകട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി തലവണക്കാം. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം ഒപ്പിച്ച. വളരെ പ്രയാസകരമായ വിഷയങ്ങളാണ് അടിയാൻ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ബുദ്ധിയിൽ അവിടുന്ന് ദാനം തന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ജനത്തോട് ഈ സത്യങ്ങൾ അറിയിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവർ ഹൃദയങ്ങളിൽ ഈ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. ഈ ദൈവവചനം കേൾക്കുന്നവരാരും കർത്താവെ ഹാലിലെ നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങൾ ചുരുക്കം ചിലർ മാത്രമാണ് ഇത് കാണുവാനും കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ വലിയൊരു കൂട്ടം വീഡിയോയിൽ കേൾക്കുവാനും പഠിക്കുവാനും മറ്റും ആഗ്രഹിക്കുന്നുണ്ട്. അവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് അങ്ങയുടെ വചനത്തെ ഭയപ്പെട്ട് ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം വിശദീകരണം പ്രാപിച്ച് ദൈവഭയത്തിൽ നിലനിൽപ്പാനും ജീവിതത്തിന്റെ അന്ത്യത്തോളം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൊന്നു കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയോടുള്ള സ്നേഹം നിമിത്തമാണല്ലോ ഇത്രയും സമയം അവർ കണ്ടെത്തി ഈ മീറ്റിങ്ങിൽ, ഈ സ്റ്റഡിയിലായിരിക്കുന്നത്. അതിന് പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ കർത്താവ്. അവരെ സൂക്ഷിക്കണം, അവരുടെ കുടുംബങ്ങളെയും അവരായിരിക്കുന്ന സഭകളെയും സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് us. കർത്താവ് നമ്മളെല്ലാവരെയും